ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ചെറിയ പനിയുണ്ട്, അതിൻ്റെയാണ് മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ സൗണ്ട്. ഓക്കെ, ഈ വീഡിയോ ഫെബ്രുവരിയിൽ എടുത്തതാണ് കേട്ടോ. ഫെബ്രുവരി മാസം ഞങ്ങൾ വെക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ വെക്കേഷൻ വന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള അഭിലാഷ് ഏട്ടനും അഖില ചേച്ചിയും അവരുടെ മോനും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒന്നിച്ച് പോയ ഒരു സ്റ്റേക്കേഷനായിരുന്നു ഇത്. തേക്കടിയിലെ ഹിൽസ് ആൻഡ് ഹ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടാണ്. അപ്പോൾ ഞങ്ങൾ 13-നാണ്, അതായത് ഫെബ്രുവരി 13-നാണ് അങ്ങോട്ടേക്ക് അതായത് 13-ന് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് ശരിക്കും ഒരു മലയുടെ മുകളിലാട്ടോ, ഉള്ളിലോട്ടൊരു ഏരിയയിൽ കുറച്ച് കുഞ്ഞ് റോട്ടിലൂടെയൊക്കെ ആയിട്ട് ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ കയറി പോകും. അപ്പോൾ ഞങ്ങൾ ആലോചിച്ച് ഇത് എങ്ങോട്ടാ ഭഗവാനെ പോണേ, കുറേ ആയല്ലോ പോകാൻ തുടങ്ങിയിട്ടെന്നൊക്കെ വിചാരിച്ചിങ്ങനെ. അങ്ങനെ പോയി സ്ഥലം എത്തിക്കഴിഞ്ഞപ്പോഴാണ് അത്രയും ട്രാവൽ ചെയ്തത് ശരിക്കും വർത്തായിരുന്നു എന്ന് മനസ്സിലായത്. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു ഞങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നത്. അത്രയും മനോഹരമായിട്ടുള്ളൊരു റിസോർട്ടും അതിന് ചുറ്റുപാടും പിന്നെ അവിടുന്ന് നമുക്ക് കാണാൻ പറ്റുന്ന മലനിരകളും ഒക്കെ അടിപൊളിയാണ്. അത് ശരിക്കും വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അഭിലാഷ് ഏട്ടൻ്റെയും അഖില ചേച്ചിയുടെയും കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കോളേജ് ബഡീസാണ്, ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഇവർ രണ്ടുപേരും കല്യാണശേഷം എനിക്ക് ഇവർ രണ്ടുപേരും പറഞ്ഞാൽ എൻ്റെ സ്വന്തം ഫ്രണ്ട്സിനെ പോലെ തന്നെയായി കേട്ടോ. ഓരോ തവണ ഇവരുടെ കൂടെ വെക്കേഷന് വരുമ്പോഴും ശരിക്കും തിരിച്ചു പോകാൻ നേരത്ത് മിസ് ചെയ്യാറുണ്ട്. അവരുടെ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല രസമാണ്. അപ്പം അതുപോലെ തന്നെ സിദ്ധ് അൻവിയായിട്ട് നല്ല കമ്പനിയാണ്. അവർ രണ്ടുപേരും ശരിക്കും ഇപ്പോൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. ഇതാട്ടോ ക്യാമ്പ് ഫയറിൻ്റെ ഏരിയ. പറഞ്ഞ് ഇതൊക്കെ മിസ്സായിപ്പോയി. ഇത് ശരിക്കും ക്യാമ്പ് ഫയറിൻ്റെ ഏരിയ ആണ്. ക്യാമ്പ് ഫയറിൻ്റെ ഏരിയയിൽ വരുമ്പോഴും നല്ല രസമാണ് കാണാൻ. ഏത് സ്ഥലത്തുനിന്ന് ചെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ മലയുടെ നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ഇത് അങ്ങോട്ട് നോക്കുമ്പോൾ തമിഴ്നാട് ഏരിയ ആണ് വരുന്നത്. നല്ല രസമാട്ടോ കാണാൻ. ഒരു വൈകുന്നേര സമയം അല്ലെങ്കിൽ ഒരു ഏർലി മോർണിംഗ് ഒക്കെ ആയിട്ട് വരുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്. സാധാരണ പുറത്തൊക്കെ പോകുന്ന സ്ഥലത്തിനെ കുറിച്ചുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തവണ നാട്ടിലേക്ക് വന്നപ്പം ഒത്തിരി കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബിസിയായിരുന്നു. നല്ല തിരക്ക് പിടിച്ച സമയമായിരുന്നു. അതുകൊണ്ട് നേരെ ഒന്നും നോക്കാനോ ഒന്നും പറ്റിയില്ല. അങ്ങനെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും, അടിപൊളി ആയിരിക്കുമോ? അപ്പോൾ റൂമിൻ്റെയൊക്കെ ഫോട്ടോസ് നേരത്തെ കണ്ടായിരുന്നു കേട്ടോ. അത് ചേട്ടനും അഭിലാഷ് ചേട്ടനൊക്കെ അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് റൂമിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടായിരുന്നു ബുക്ക് ചെയ്യുന്ന സമയത്ത്. അല്ലാതെ വേറെ കാര്യങ്ങളോ ഒന്നും നോക്കാതെയാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അടിപൊളിയുള്ള ഒന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂം ഇതാണ് കേട്ടോ. 304-ലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. നല്ല അടിപൊളി വ്യൂ ഉള്ളൊരു റൂമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു റൂമിൽ ഇതുവരെ സ്റ്റേ ചെയ്തിട്ടില്ല. അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയുള്ളൊരു റൂമായിരുന്നു. കണ്ടില്ലേ, നല്ല സ്പേഷ്യസ് ആയിരുന്നു. നല്ല വ്യൂ കിട്ടുന്ന ഒരു റൂമായിരുന്നു. കണ്ടോ എന്ത് രസമാണ് കാണാനെന്ന്. റൂം നല്ല സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ, അത് പറയേണ്ട ഒരു കാര്യമാണ്. റൂം നല്ല സ്പേഷ്യസ് ആയിരുന്നു. കുഞ്ഞുങ്ങൾക്ക് നല്ല ഓടി കളിക്കാനും ഒക്കെ നല്ല ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ വേറെ അട്രാക്ഷനാണ് ഈ ബാൽക്കണിയിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് നല്ലൊരു കംപ്ലീറ്റ് വ്യൂ കിട്ടുകയും ചെയ്യും. നല്ല കാറ്റായിരുന്നു. പിന്നെ ഈ തിരക്ക് പിടിച്ച ലൈഫിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് ഒന്ന് റിലാക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊരു നല്ല ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഈ റൂമിൻ്റെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ റൂമിൻ്റെ ബാത്റൂം അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ റൂമിലെത്തി ഫ്രഷായി പെട്ടെന്ന് ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയി. ഞങ്ങൾ വൈകുന്നേരം ആയല്ലോ, അപ്പോൾ ലൈറ്റൊക്കെ പോകുന്നതിന് മുമ്പേ പോയി ഫോട്ടോസൊക്കെ എടുക്കാം. നെക്സ്റ്റ് ഡേ 14th വാലന്റൈൻസ് ഡേ അല്ലേ, അപ്പോഴത്തേക്ക് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി ഞങ്ങൾ പെട്ടെന്ന് പോയി ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിള്ളേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പൂൾ സൈഡിൽ കൊണ്ടുവന്നു. പക്ഷേ അവർക്ക് നല്ല തണുപ്പായതുകൊണ്ട് അവർക്ക് അങ്ങനെ ഇറങ്ങി എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അഭിലാഷേട്ടനും ചേട്ടനൊക്കെ കുറച്ച് നേരം സ്വിം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും അഖില ചേച്ചി ഇറങ്ങിയില്ല. ഇത് റെസ്റ്റോറൻ്റാണ്. നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളും കേട്ടോ. അവിടുത്തെ ആംബിയൻസും അടിപൊളിയാണ്. അവിടുന്ന് നല്ല വ്യൂവും കിട്ടുന്നുണ്ട്. അപ്പം ഞങ്ങൾ രാത്രിയിൽ എൻ്റെ ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 14th എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം രാത്രിയിൽ തന്നെ കേക്ക് കട്ട് ചെയ്തു. ചിലപ്പോൾ ഈ വീഡിയോയിൽ എൻ്റെ സൗണ്ട് 2 രീതിയിലായിരിക്കും കേട്ടോ കേൾക്കുന്നത്. ആദ്യത്തെ സമയം എനിക്ക് പനിയും മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് പനിയൊക്കെ മാറിയതിന് ശേഷമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് അഭിലാഷേട്ടനും ചേച്ചിക്കും തിരിച്ച് പോകണമായിരുന്നു. അഭിലാഷേട്ടൻ ഓഫീസിൽ
ഒറ്റ ദിവസം ലീവ് എടുത്തിട്ടാണ് പാവം വന്നത്. അപ്പോൾ അവർക്ക് തിരിച്ച് പോകണം എന്നുള്ളതുകൊണ്ട് അവർ നേരത്തെ പോയി. പിന്നെ ഞങ്ങൾക്കും തിരിച്ച് പോകാനുള്ള ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ആഫ്റ്റർനൂൺ ആയപ്പോഴത്തേക്കും പൂളിലൊക്കെ വെള്ളമൊക്കെ ചൂട് പിടിച്ചു. അപ്പോൾ അച്ഛനും മോളും കൂടി ഇറങ്ങിയതാട്ടോ. ഈ വീഡിയോയുടെ ലാസ്റ്റ് കേക്ക് കട്ടിങ്ങിൻ്റെയും പിന്നെ ഞങ്ങളടുത്ത കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യാം കേട്ടോ. അത് മാത്രമല്ല ഞങ്ങൾ സ്റ്റേ ചെയ്ത റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും ഈ വീഡിയോയുടെ ലാസ്റ്റ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. Thank you.